ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ എനർജീസ്. 4 ഓഫ് വാൺസ് ആണ് കേട്ടോ ഫസ്റ്റ് കാർഡ് വന്നിട്ട്. 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു സക്സസ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അനുമോദിക്കപ്പെടാൻ പോകുന്നു, നിങ്ങളൊരു അച്ചീവ്മെൻറ്റ് നേടിയിരിക്കുന്നു, അത് മറ്റുള്ളവരാൽ അംഗീകരിക്കുന്നു, നിങ്ങളതിൻ്റെ പ്രകീർത്തിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് 4 ഓഫ് വാൺസ്. ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാഷനിൽ നിങ്ങളൊരു അച്ചീവ്മെൻറ്റ് നേടുന്നു എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടും. അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു മറുപടി കിട്ടുക, നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ കേൾക്കുക, ഇതൊക്കെയാണ് 4 ഓഫ് വാണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിൽ അത് സോൾമേറ്റ് ആണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു റീയൂണിയൻ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും ഇത് റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. ചിലപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ആളുകളാകാം, മാനസികമായിട്ട് അകലത്തിൽ നിൽക്കുന്ന ആളുകളാകാം. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻഫുള്ളാക്കി വെച്ചിട്ട് നമ്മളിലേക്ക് ഇവർ തിരിച്ചു വരുമ്പോഴാണ് ശരിക്കും ഇയാളെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ ആൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, സാധാരണ മനുഷ്യരെ പോലെ അല്ല, ഈ ആൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് എന്തൊക്കെയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു എനർജിയാണ് ഈ 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് ഇവരില്ലാതിരിക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരു പെയിൻ അനുഭവപ്പെടുക, ഇവർ കൂടെ ഉള്ളപ്പോൾ അവർ ഉള്ളതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കുക, ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതിൻ്റേതായ കുറച്ച് മിസ്സിങ് ഫീലിങ്സ് ഒക്കെ തോന്നുക. അത്തരത്തിൽ പെയിൻ തന്നുകൊണ്ട് ഗ്രോ ചെയ്യിപ്പിക്കുന്ന ഒരുതരം എനർജിയാണ് ഈ സോൾമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, മക്കളായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ടായിരിക്കാം, ആരാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന ആൾ, ആ ആൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാവുന്ന രീതിയിൽ ഒരു എനർജിയാണ് അത്. ആ സോൾമേറ്റ് റീയൂണിയൻ നടക്കുന്നു എന്നുള്ളതാണ് 4 ഓഫ് വാണ്ട്. ഇത് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഇങ്ങനെ തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ടാണ് ഇത്രയും മനുഷ്യരുമായിട്ട് നമുക്ക് സമ്പർക്കങ്ങളുണ്ടായിട്ട് ഈ ഒരാൾ മാത്രം നമ്മൾ ഇത്രത്തോളം പെയിൻഫുൾ ആക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇവർ നമ്മുടെ സോൾമേറ്റ് ആണെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്പാണ്. ഇതൊരു നഷ്ടബോധത്തിലിരിക്കുന്ന എനർജിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിലിരിക്കുന്നു, അതൊക്കെയാണ് 5 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. നഷ്ടബോധമാണ് മോസ്റ്റ്ലി. നഷ്ടപ്പെട്ടു പോയതിനെ നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നടക്കാത്തതായിരിക്കാം. അത്തരത്തിലൊരു നഷ്ടബോധത്തിലിരിക്കുന്ന എനർജിയാണ്. അതിൽ ആ വേദനയിൽ അല്ലെങ്കിൽ ആ ദുഃഖത്തിൽ നമ്മൾ അങ്ങനെ ആണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്കുള്ള സൊല്യൂഷനുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. ആ സൊല്യൂഷൻ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കുക, അത് കണ്ടെത്തുക, അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ളത് വളരെ വലിയ ഡെസ്റ്റിനേഷനിലേക്കാണ്, നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ളത് വളരെ വലിയ ഒരു സക്സസ്സിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള അവസരങ്ങളെ കണ്ടെത്തുക, അതും എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു മിസ്സിങ് ഫീലിങ്ങോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ദുഃഖമോ ഒക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ദുഃഖമൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ടെന്നുള്ളതാണ് 5 ഓഫ് കപ്പ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നഷ്ടബോധത്തിലൊന്നും ആരും ഇരിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് 6 ഓഫ് സോഡാണ്. ഇതൊരു ദുരിതയാത്ര എന്നൊക്കെ പറയുന്നൊരു എനർജിയാണ് കേട്ടോ 6 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു യാത്ര പോകുന്നതാണ് കാണുന്നത്. ഇന്നൊരു യാത്ര ഉണ്ടെങ്കിൽ യാത്ര മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ അറിയാലോ. അപ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ മാത്രമേ നിങ്ങൾ യാത്ര പോകാൻ പാടുള്ളൂ. ഇൻ കേസ് നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അതായത് 6 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു ദുരിതയാത്രയാണ്. കാരണം നമ്മൾ പോകുന്നത് ഒരുപാട് ദുരിതവുമായിട്ടാണ്, ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ദുരിതമില്ലാത്തൊരിടത്തേക്കായിരിക്കും, പക്ഷേ ഇന്ന് പോകുന്ന യാത്ര കുറച്ച് സ്ട്രഗിളിംഗ് ആയിരിക്കും. അപ്പോൾ യാത്ര പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വഴിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. യാത്ര പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക.
യാത്ര അത്ര സുഖകരമായിട്ടുള്ളൊരു യാത്ര ഉള്ളതായിട്ട് കാണുന്നില്ല. അതാണ് 6 ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ വീട് മാറി പോകുന്നതായിരിക്കും, വീട്ടിൽ നിന്ന് വീട് മാറി വേറെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കാം, ജോലി സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് 6 ഓഫ് സോഡ്. ഒരു മൂവിങ് എനർജിയാണ്, പക്ഷേ ഇതൊരു സുഖകരമായ മൂവിങ് അല്ല, കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഇത് വളരെ വേഗത്തിൽ ആക്ഷൻ എടുക്കുന്നതും പെട്ടെന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും, പെട്ടെന്നൊരു തീരുമാനത്തിൽ യാത്ര പോകേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വിക്ക് ആക്ഷൻ എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ പ്രിക്കോഷൻ എടുത്തിട്ട് മാത്രം പോവുക. അതുപോലെ എടുത്തു ചാടി ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ല, മുൻകോപം പാടില്ല, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്നെല്ലാം ഒറ്റബുദ്ധിയായിരിക്കും, അതായത് പെട്ടെന്നായിരിക്കും തീരുമാനം എടുക്കുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പോകാം എന്ന് തീരുമാനിക്കുമായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ഇന്ന കാര്യം ചെയ്യാം എന്ന് തീരുമാനിക്കുമായിരിക്കും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല, ആലോചനയ്ക്ക് ശേഷം മാത്രം പോവുക, വേഗത കുറച്ച് പോവുക. അതുപോലെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ചാടി പുറപ്പെടാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് ഇന്നേ ദിവസം. പിന്നെ ഇത് വേഗത കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇന്ന് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം വേഗത കുറച്ച് യാത്ര ചെയ്യുക. നൈറ്റ് ഓഫ് സോഡ്സ് വേഗതയുടെ കാർഡാണ്, വേഗത്തിൽ പോകേണ്ട ആവശ്യമില്ല, മെല്ലെ പോയച്ചാൽ മതി. ഓക്കെ, ഇത് വീണ്ടും യാത്രയുടെ കാർഡാണ് കേട്ടോ. അപ്പോൾ യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട്. പെട്ടെന്നൊരു തോന്നൽ വന്നിട്ട് ചാടി പുറപ്പെടാൻ നിൽക്കുകയേ ചെയ്യരുത് ഇന്നത്തെ ദിവസം. ഏസ് ഓഫ് സോഡ്സ് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ്, പുതിയ തുടക്കമായിരിക്കും, പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു പുതിയ വഴക്ക് തുടങ്ങുന്നതായിരിക്കും, ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നതായിരിക്കും, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തടത്ത് മെൻ്റൽ ക്ലാരിറ്റി വരുന്നതായിരിക്കാം, ഒരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. പിന്നെ നിങ്ങൾ ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോ പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നതോ ആകാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സോഡ്സ്. അതുപോലെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ബോധ്യമാകും, അതായത് മനസ്സിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും, നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നൊരു എനർജിയാണ് ഏസ് ഓഫ് സോഡ്സ്. അതായത് നിങ്ങൾക്ക് അറിവില്ലാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് സത്യം തെളിഞ്ഞു വരുന്ന ആ ഒരു എനർജിയാണ് ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ന്യൂ കോൺഫ്ലിക്റ്റും കൂടിയാണ്. ഈ നൈറ്റ് ഓഫ് സോഡ്സും ഏസ് ഓഫ് സോഡ്സും ഒരുമിച്ച് വരുമ്പോഴേ ഒരു പുതിയ വഴക്ക്, എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന ഒരു പുതിയ വഴക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പോകരുത്. നിങ്ങൾ എവിടെയാണെങ്കിലും സേഫായിട്ടിരിക്കുക, ആവശ്യമില്ലാത്തടങ്ങളിൽ പോയി ചാടരുത്, മുൻകോപം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്, ഒറ്റബുദ്ധിക്ക് യാത്ര പോകാൻ പാടില്ല, പ്രത്യേകിച്ചും വേഗതയിൽ പോകാൻ പാടില്ല. ഇന്ന് വളരെയധികം സൂക്ഷിക്കണം, ആയുധങ്ങൾ കൊണ്ട് മുറിവുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, 4 ഓഫ് കപ്സും 8 ഓഫ് പെൻറ്റക്കിൾസും ആണ് ചാടി വന്നത്. കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വീണ്ടും ഒരു വഴക്കിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്, സോൾമേറ്റുമായിട്ടായിരിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി മാറി നിൽക്കുക, അതായത് റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പ് വന്നതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആർഗ്യുമെൻറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്ന ഒരു എനർജിയാണുള്ളത് കേട്ടോ. 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു നഷ്ടബോധത്തിലിരിക്കുന്ന എനർജിയാണ്. മടുത്തു എന്ന് തോന്നുക, വേണ്ടായിരുന്നു എന്ന് തോന്നുക, ആ ഒരു എനർജിയാണ് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് എഫേർട്ട് ഇടുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഇന്ന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നതായിട്ടും കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പണം നേടുന്നതായിട്ടും സേവ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പണം വരും എന്ന് കാണുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ എന്നും ചെയ്യുന്നതിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അതുപോലെ എന്നും ചെയ്യുന്നതല്ലാത്ത മറ്റ് ജോലികൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടി വരും. അത്തരത്തിലൊക്കെയുള്ളൊരു എനർജിയാണ് കേട്ടോ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെയും കൂടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വേദനിപ്പിക്കുകയും അവിടെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കിങ് ഓഫ് സോഡ്സ് ആണ് ബോട്ടം വന്നേക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ക്ലാരിറ്റി ഇല്ലാത്ത പക്ഷേ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എനർജി ഉള്ളതുകൊണ്ട് ഇന്ന് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത് പണം വരുമെന്ന് കാണുന്നുണ്ട്, പക്ഷേ പണം വരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഓവർ ടൈം ഒക്കെ ചെയ്യേണ്ടി വരും, കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. സ്കില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ജോലികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ളൊരു ഇന്നത്തെ എനർജി എന്ന് പറയുന്നത്. ഇന്ന് നിരാശയിലൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. നിരാശയൊന്നും ആവശ്യമില്ല,
കാരണം യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. 3 കപ്പേ പറഞ്ഞു പോയിട്ടുള്ളൂ, 2 കപ്പ് നിവർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പുകളെടുത്ത് മുന്നോട്ട് പോകാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്, ഒരു കുറച്ച് മാസങ്ങൾ കൂടി കാത്തിരിക്കാനാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് ഓഗസ്റ്റ് മാസം സ്റ്റാർട്ടിംഗ് ആണ്, അപ്പോൾ ചിലപ്പോൾ ഈ മാസം കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ആയിരിക്കും, സെപ്റ്റംബറിലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരുവാണെങ്കിൽ നാണക്കേടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ഹെസിറ്റേഷനോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സഹായം, നിങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. ചിലപ്പോൾ ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ മറക്കരുത്. ഇന്ന് ആരോട് സഹായം ചോദിച്ചാലും കിട്ടുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ദെൻ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ആണ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് പോവുക, കോംപ്രമൈസ് ചെയ്യാന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വഴക്കുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഏസ് ഓഫ് സോഡ്സും നൈറ്റ് ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത്. കോംപ്രമൈസ് ആയിക്കോളും, പേടിക്കേണ്ട. നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴയാണ്, വെള്ളപ്പൊക്കമാണ്, വെള്ളം കാണാനൊന്നും പോയി നിന്ന് അപകടത്തിലൊന്നും പെടരുത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.